പ്രസംഗകർക്ക് നിങ്ങളെ ഭയപ്പെടുത്താൻ ഇഷ്ടമാണ്. വളരെ പ്രയാസമുള്ള കാലഘട്ടങ്ങൾ വരും എന്ന് എഴുതിയിരിക്കുന്നത് വരില്ല എന്ന് മനസ്സിലാക്കാനല്ല, അത് ഈ ലോകത്തിലുണ്ട്. അത് എന്നെ അടുക്കൽ വന്ന് എന്നെ ഇല്ലാതാക്കുമെന്ന് ഒരിക്കൽ പോലും എഴുതിയിട്ടില്ല. ഭയപ്പെടുത്തുന്ന പ്രസംഗം പറയുന്ന ആളെ കേൾക്കരുത്. There is no Christianity without Christ. ക്രിസ്തു ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിത്വം ഇല്ല. ഭയപ്പെടാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. 1000 കൽപ്പനകൾ അനുസരിച്ചിട്ട് പോലും കിട്ടാത്ത നീതി ഇയാൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ സൗജന്യം ഇടം കൊടുത്തേക്കാൻ തീരുമാനം. ആരെങ്കിലും പറയുന്നത് കേൾക്കരുത്. നിങ്ങൾ പരാജയപ്പെടാനുള്ളവരല്ല, നിങ്ങൾ ജനിച്ചതേ ജയാളികളാകാനാണ്. യേശു നിങ്ങളും ഒന്നായാൽ നിങ്ങൾക്ക് കിട്ടാത്ത പരിപാടികളൊന്നുമില്ല, ലഭിക്കാത്തതായിട്ടൊന്നുമില്ല, അനുഭവിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. എല്ലാം സാധ്യമാണ്. നമുക്കൊരു ബൈബിളിലെ വാക്യം വായിക്കാം. 2 തിമോഥെയോസിന്റെ ലേഖനം എടുക്കാം, 3-ാം അധ്യായം എടുക്കാം, അതിന് 1-ാമത്തെ വാക്യം വായിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കാട്ടാക്കടയിൽ പ്രസംഗിക്കുമ്പോൾ ഈ വാചകം പ്രസംഗിച്ചിരുന്നു. നിങ്ങൾ ആ വാചകം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കാവോ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. എല്ലാവരും പറഞ്ഞ അന്ത്യകാലത്ത് എന്ത് ചെയ്യും? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ അന്ത്യകാലത്ത് എന്തു വരും എന്ന് പറഞ്ഞേ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഞാനതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ എന്ന് വായിക്കാം. യു ഷുഡ് നോ ദിസ്, തിമോത്തി, ദാറ്റ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് there will be very difficult time. വളരെ പ്രയാസമുള്ള സമയങ്ങൾ വരും എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത്. കുറച്ച് വേറെ ട്രാൻസ്ലേഷനൊക്കെ വായിച്ച് ഒത്തിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ആ വാചകം ഒന്നും കൂടെ നമുക്ക് പറയാം. വളരെ പ്രയാസമുള്ള സമയങ്ങൾ, വളരെ പ്രയാസമുള്ള സമയങ്ങൾ വരും. ഒന്നുറക്കെ പറഞ്ഞ എല്ലാവരും എന്നോട്. അന്ത്യകാലത്ത് വളരെ പ്രയാസമുള്ള സമയങ്ങൾ വരും. ഒന്ന് കര ഉയർത്തി പറഞ്ഞേ, ഈ കാലഘട്ടത്തിൽ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ വരാം. സത്യത്തിൽ ഇങ്ങനൊരു പ്രസംഗം കേൾക്കുമ്പോൾ, ഞാനൊക്കെ ആദ്യം വിശ്വാസത്തിൽ വന്ന സമയത്ത് ഇതുപോലൊരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യം വരുമെന്ന് കേൾക്കുമ്പോൾ സന്തോഷം വരുമോ, നിരാശ വരുമോ, എന്ത് വരും നിങ്ങൾക്ക്? നമ്മുടെ ഉള്ളിൽ ഈ വാചകങ്ങൾ നിരാശയെ കൊണ്ടുവരുന്നതാണ്. വരാൻ പോകുന്നത് വലിയ പ്രശ്നമുള്ള കാലഘട്ടമാണ്. പെട്ടെന്ന് എന്തോ തോന്നുന്നു, നമ്മുടെ അകത്ത് ഡിപ്രഷനാവും, നമ്മൾ മനസ്സിടിയും. നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ലാത്തൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിടിയുക ചെയ്യുന്നത്. നിങ്ങളുടെ എങ്ങനെയാണോ, എൻ്റെ എങ്ങനെയാണോ, എല്ലാവരുടെയും എങ്ങനെയല്ലേ? ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, ഇതുപോലുള്ള പ്രയാസമുള്ള കാര്യങ്ങൾ കേട്ടാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പറയും, എന്തൊക്കെയാണോ ഇനി വരാൻ പോകുന്നത്. അങ്ങനെയായിരിക്കും നമ്മൾ ആദ്യം പ്രതികരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒന്നാമത്തെ സമാധാനമില്ല, അല്ലെങ്കിൽ അടുത്ത വാക്ക് പറയും, ഒന്നാമത്തെ ഇപ്പോൾ ഞെരുക്കത്തിലാണ് പോകുന്നത്, അതിൻ്റെ കൂടെ ഇനി എന്തൊക്കെയാണോ വരാൻ പോകുന്നത്, അടുത്ത കാര്യം എങ്ങനെയാണ് പറയുന്നത്. നിങ്ങളെങ്ങനെയാണോ? മിക്കവാറും ആളുകൾ എങ്ങനെയാണ്? പെട്ടെന്ന് കുറച്ചും കൂടെ വ്യത്യാസമായി പറഞ്ഞാൽ, നമ്മൾ എങ്ങനെ ഒരുങ്ങണം എന്നൊരു ടെൻഷനിലാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എങ്ങനെ ഒരുങ്ങനുള്ള ടെൻഷൻ വരും? എങ്ങനെയാണ് ടെൻഷൻ വരുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ടെൻഷൻ വരുന്നത്? ഇങ്ങനൊരു ദുർഘട കാര്യങ്ങൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ടെൻഷൻ എങ്ങനെയാണ്? നമ്മൾ ഡ്രീം ചെയ്യാൻ തുടങ്ങും, എന്തായിരിക്കും എനിക്ക് വരാൻ പോകുന്നത്. പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും, നമ്മുടെ വീട്ടിലെ വരുമാനം എത്രയേ ഉള്ളൂ, അതിൽ കൊച്ചിനെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടത്തണം, ലോൺ അടയ്ക്കണം, അല്ലെങ്കിൽ അത് ഇത് കണക്കൂട്ടിയിട്ട് പറയും, ഇനി എന്ത് ഞെരുക്കാനാ, ഇനി എന്താണ് എന്തുള്ളത്, പിശിക്കാനുള്ളത്, എല്ലാ വിധത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഞെരുങ്ങിയാണ് ജീവിക്കുന്നത്. എൻ്റെ കൂട്ടത്തിൽ ഇനി ഒരു കാര്യം കൂടെ വന്നാൽ പെട്ടെന്ന് നമ്മൾ പറയും, അത് നമുക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയല്ലേ പറയുന്നേ? നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തേ? അങ്ങനെ പറയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അടുത്തിരിക്കുന്നോട് ചോദിച്ചേ, അത് നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നല്ലേ നമ്മൾ സാധാരണ പറയാം? അങ്ങനെയാ സാധാരണ പറയുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള പ്രസംഗകരെ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടെ വിശ്വാസത്തിന് വിശ്വാസയോഗ്യമായതുകൊണ്ട് ആളുകൾ പറയും, ഇനി ബ്രദറും അത് തന്നെയാണ് പറയുന്നത്, എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്. എല്ലാറ്റിനും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് നമ്മൾ പ്രത്യാശ നഷ്ടപ്പെടുന്ന വരുന്നതിലും സംഭവിക്കും. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, അന്ത്യകാലത്ത് ദുർഘടങ്ങൾ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടുള്ള സമയങ്ങൾ വരുമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ നശിച്ചു പോകുമെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഞാനൊന്നും കൂടെ പറയാം വാചകം.
അത് നമ്മുടെ മുകളിൽ വന്നിട്ട് നമ്മളെ അത് നശിപ്പിക്കുമെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ദുർഘടങ്ങൾ വരും, വളരെ പ്രയാസമുള്ള കാലഘട്ടങ്ങൾ വരും എന്ന് എഴുതിയിരിക്കുന്നത് വരില്ല എന്ന് മനസ്സിലാക്കാനല്ല. അത് ഈ ലോകത്തിലുണ്ട്, അത് എന്നെ അടുക്കൽ വന്ന് എന്നെ ഇല്ലാതാക്കുമെന്ന് ഒരിക്കൽ പോലും എഴുതിയിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ല. അത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കത്തില്ല. അതിന് പകരം ദുർഘടങ്ങൾ വരുമെന്ന് കേട്ടാൽ അത് എൻ്റെയും ഭാഗമാകുമെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അത് എനിക്കും ബാധകമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാൽ അത് എനിക്കും ബാധകമാണെന്നാണ് താൻ നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. പ്രസംഗകരെല്ലാം പറയാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ വരാൻ പോകുന്ന വളരെ വലിയ പ്രതിസന്ധിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. എന്താ ഒരുങ്ങേണ്ടതെന്ന് എനിക്കറിയത്തില്ല, എന്താ ഒരുങ്ങേണ്ടത് നമുക്കറിയത്തില്ല. ഒരുങ്ങേണ്ടതിനെ കുറിച്ച് ഒരു 2-3 വാചകങ്ങൾ ഞാൻ പറയാൻ സാധിക്കുമെങ്കിൽ, എന്താ ഒരുങ്ങേണ്ടത് നമുക്ക് വാസ്തവത്തിൽ അറിയത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ പ്രത്യാശ കൊണ്ട് നിറയല്ല ചെയ്യുന്നേ, നിരാശ കൊണ്ട് നിറയുക ചെയ്യുന്നേ. കുറച്ചും കൂടെ വ്യത്യാസമായി പറഞ്ഞാൽ അത് നമ്മളെ നശിപ്പിക്കുമെന്ന് എഴുതിയിട്ടില്ല, അത് നമ്മളെ ഇല്ലാതാക്കുമെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കത്തുമില്ല. ദുർഘടസന്ധികൾ, വളരെ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ വരുമെന്ന് കേട്ടാൽ അതിൻ്റെ അർത്ഥം എനിക്ക് വരുമെന്ന് എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് വരുമെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ അങ്ങനെ വായിക്കുന്നത് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മുടെ തലയിൽ വരാനുള്ള സാധനമാണ് എഴുതി വെച്ചിരിക്കുന്നത് ചിന്തിക്കും. നിങ്ങളൊന്നും മിണ്ടാത്തെ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം എടുക്കാം. അതിന്റെ 33-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ 16:33. ആ വാചകം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഏത് സംസാരിക്കുന്നു? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നൊരു കാര്യം ഞാൻ പറയുക, ഇത് പറയാൻ പോകുന്നത് എന്തിനാണെന്നറിയാം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് എന്തോ സമാധാനം ഉണ്ടാകാൻ പോകുന്ന കാര്യം ബ്രദർ പറയാൻ പോകുന്നല്ലേ പ്രതീക്ഷിക്കുള്ളൂ. ആണോ അല്ലയോ? അത് നിങ്ങൾ ഒരെണ്ണം മിണ്ടരുത് കേട്ടോ. അങ്ങനെയാണോ അല്ലയോ? ഇവിടെ എഴുതിയിരിക്കുന്നു കേട്ടോ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത കാര്യം പറയുവാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്. അത് നിങ്ങൾക്ക് സമാധാനം വരുത്തുവോ? നിങ്ങൾ പറ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് സമാധാനം വരുത്താൻ വേണ്ടി ആരെങ്കിലും പറയുമോ? നിങ്ങൾക്ക് സമാധാനം വരാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇതാ നിങ്ങൾക്ക് ലോകത്ത് കഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ആർക്ക് സമാധാനം വരാനാണ്? അപ്പൊ യേശു കർത്താവ് പറഞ്ഞ വാചകത്തിന് ഒരു അർത്ഥം കൂടെ ഉണ്ട്. യേശു പറയുവാണ്, നിങ്ങൾക്ക് സമാധാനം വരേണ്ടതിന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് പറഞ്ഞു പോ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. അടുത്ത വാചകം പറയുക, എങ്കിലും ധൈര്യപ്പെടുവിൻ. അടുത്തിരിക്കുന്നവരോട് പറയാം, എങ്കിലും ധൈര്യപ്പെടണം. എന്താണ് ധൈര്യപ്പെടേണ്ട കാരണം? ധൈര്യപ്പെടുന്നതിന്റെ കാരണം എന്താ? അടുത്ത വാചകത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ കഷ്ടങ്ങൾ നമുക്ക് നേരെ ഉണ്ടെന്നും കഷ്ടങ്ങൾ വരുമെന്നും ഈ ലോകത്തിൽ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ വരികയും ചെയ്യുമ്പോൾ നിരാശപ്പെടുകയല്ല വേണ്ടേ, ഭയപ്പെടുകയല്ല വേണ്ടേ, ദീർഘശ്വാസം വിടുകയല്ല വേണ്ടേ. പ്രധാനമന്ത്രി നമ്മളോട് പറയുവാണ്, ആഹ്വാനം ചെയ്യുവാണ്, സാമ്പത്തിക ഞെരുക്കം പറയുവാണെങ്കിൽ എന്തായി തീരുവാന്ന് പറയുകയല്ല വേണ്ടേ. പകരം അതിന്റെ നടുവിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ധൈര്യപ്പെടണം. കൈയടിച്ചില്ല, ഹല്ലേലൂയ പറഞ്ഞില്ല. എന്നാ ചെയ്യണം? സാധാരണ ഇത് കേൾക്കുമ്പോ എന്നാ ഉണ്ടാകും? ധൈര്യം ചോർന്നു പോകും. അടുത്തിരിക്കുന്നവരോട് പറയാം, ഇത് കേൾക്കുമ്പോൾ എന്താ ഉണ്ടാകും? ചോർന്നു പോകും. ലോകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ധൈര്യം ചോരും. പക്ഷേ വേദവചനം പറയുന്നത് ധൈര്യം ചോരരുത്, ധൈര്യം ചോരരുത്, ഭയപ്പെടരുത്. പകരം അതിന്റെ നടുവിൽ ധൈര്യപ്പെടണം. കാരണം ഈ പ്രശ്നങ്ങളെയെല്ലാം മറികടന്ന ഒരുവനെയാണ് ഞാൻ സേവിക്കുന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, ഈ പ്രശ്നങ്ങളെയെല്ലാം യേശു മറികടന്നത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ബ്യൂട്ടിഫുൾ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ ഇങ്ങനൊരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രസംഗകർക്ക് നിങ്ങളെ ഭയപ്പെടുത്താൻ ഇഷ്ടമാണ്. ഭയപ്പെടുത്തുന്ന പ്രസംഗം പറയുന്നയാളെ കേൾക്കരുത്. യേശു ഒരു സ്ഥലത്തും പോയി ആരെയും പേടിപ്പിച്ചില്ല. പേടിയിലായിരിക്കുന്നവരെ രക്ഷിക്കുക യേശു ചെയ്തത്. യേശു എന്നിട്ട് ഒരു സൊല്യൂഷനും ഇല്ല, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്നവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനാണ് യേശു വന്നത്.
എന്ന് പറഞ്ഞ് ഇനി എന്തായി തീരുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്ക് വഴിയെ പറഞ്ഞു കൊടുക്കാനാണ് യേശു വന്നത്. അധൈര്യപ്പെട്ടിരിക്കുന്നവർക്ക് എന്താകും എന്ന് ചിന്തിക്കുന്നവർക്ക് വാതിൽ തുറക്കാനാണ് യേശു വന്നത്. പ്രശ്നത്തിൽ നടുവിലിരിക്കുന്നവരോട് ഇടപെടാനാണ് യേശു വന്നത്. അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് പറയാനല്ല യേശു വന്നത്. പകരം അതിന്റെ നടുവിൽ സൂപ്പർ നാച്ചുറലായി നടത്താനാണ് യേശു വന്നത്. അതിന് കൈയടിച്ചില്ല, നിങ്ങൾ ഒരു ആമേൻ പറഞ്ഞില്ല. ചേർന്ന് കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റും സാമ്പത്തിക തകർച്ചകളും വിലക്കയറ്റങ്ങളും ഉണ്ടാകുമ്പോൾ ഭയപ്പെടരുത്. എന്നഹരുത്, നിങ്ങൾക്ക് ചുറ്റും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വിലക്കയറ്റത്തെക്കുറിച്ച് രൂക്ഷ വിലക്കയറ്റങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. പകരം നിങ്ങൾ പറയണം, ക്രിസ്തു യേശുവിൽ ഒരു ഭയത്തിനൊരു സ്ഥാനം എന്നിലില്ല. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, ക്രിസ്തു യേശുവിൽ ഞാൻ ആരിലാണ് ആയിരിക്കുന്നത്? യേശുവിലാണ് ആയിരിക്കുന്നത്. യേശുവിൽ എനിക്ക് എന്തില്ല? ഒരു ഭയവും ഇല്ല. എല്ലാവരും കൈയെഴുതി എന്ന് പറഞ്ഞ്, ക്രിസ്തു യേശുവിൽ എനിക്ക് ഭയത്തിന് അടിസ്ഥാനമില്ല. ക്രിസ്തു യേശുവിൽ ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ക്രിസ്തു യേശുവിൽ ഞാൻ ഇടർച്ചപ്പെടേണ്ട കാര്യമില്ല. ക്രിസ്തു യേശുവിൽ ഞാൻ അധൈര്യപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞ അസാധാരണമായ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, സാധാരണമായതോ അസാധാരണമായതുമായ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തു ഇല്ലാത്ത ജീവിതമല്ല. നിങ്ങളൊരു ഹല്ലേലൂയ പറഞ്ഞിട്ട്, there is no Christianity without in Christ. ക്രിസ്തു ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിത്വം ഇല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ആരുടെ ഉള്ളിലാണോ യേശു എൻ്റെ ഉള്ളിലുണ്ട് എന്ന് അറിയുന്നവരാണ് അവർ അസാധാരണമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ തക്കവണ്ണം കാരണമാകുക. കൈകളടിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ക്രൈസ്റ്റ് സെന്റേർഡായി ആര് ജീവിക്കുന്നുവോ അവരാണ് അസാധാരണമായ ക്രിസ്തീയ ജീവിതം നടത്തുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചുറ്റും പ്രതിസന്ധികൾ വരുമ്പോ നിങ്ങൾ അറിയേണ്ടത് ആരാണ് നിന്റെ കൂടെ ഉള്ളവനെന്നാണ്. അവനാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ നടുത്തൂണെന്ന് പറയുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് കൈമലർത്തി മുകളിലോട്ട് നോക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ. പ്രതിസന്ധികൾ വരുമ്പോൾ ഒരുവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയുന്നവനാണ് ക്രിസ്ത്യാനികൾ. അന്ത്യകാലത്ത് ഭയങ്കര പ്രശ്നമുള്ള കാര്യങ്ങൾ വരും. ഇപ്പം എന്ത് ചെയ്യും? കണ്ടോ, നിങ്ങൾ ഉത്തരം വരുന്നില്ല. കണ്ടോ, നിങ്ങൾക്ക് അന്ത്യകാലത്ത് വളരെ പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങളൊക്കെ വരും. എന്ത് ചെയ്യും? ഞാനെന്തിനാ ഭയപ്പെടുന്നു? അതുകൊന്നോട്ടെ കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ വരുമെന്ന്. പക്ഷെ അതിന്റെ നടുവിൽ എന്നെ അസാധാരണമായി നടത്തുന്ന ഒരുവനെയാ ഞാൻ സേവിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഞാനെന്തിനാ ഭയപ്പെടുന്നേ? അത് എൻ്റെ തലയിൽ കൂടെ വരുമെന്ന് ആരാ പറഞ്ഞേ? അത് എൻ്റെ അടുക്കൽ വന്നാലും അത് എന്നെ കടിച്ചു കീറുന്ന ശത്രുക്കൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഇടർ വീണ് നശുപോന്ന് എഴുതിയിരിക്കുന്നത്. കാരണം അവൻ എൻ്റെ ബലമാണ്, അവൻ എൻ്റെ കോട്ടയാണ്, അവൻ എൻ്റെ സംഗീതമാണ്. ഓ, പകൽ പറക്കുന്ന അസ്ത്രത്തെ എനിക്ക് പേടിക്കേണ്ട, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ എനിക്ക് ഭയപ്പെടേണ്ട, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ എനിക്ക് തൊടേണ്ട. കാരണം അവന്റെ ചിറകിന്റെ കീഴിലാണ് ഞാൻ ഇരിക്കുന്നത്, അവന്റെ നിഴലിന് മറവിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓ പ്രശ്നങ്ങൾ വരുമ്പോ അയ്യോ എന്ന് പറയരുത്, അധൈര്യപ്പെടരുത്. പകരം നീ ആരാണെന്നറിയണം, നിനക്കെന്താണുള്ളതെന്നറിയണം. ഭയപ്പെടാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം, ഭയപ്പെടാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം, ധൈര്യപ്പെടാനുള്ളതാണ് ക്രിസ്തീയ ജീവിതം. Come on church, കൈ അടിച്ചു ആമേൻ പറ. ശ്രദ്ധിക്കൂ, ക്രിസ്ത്യാനികളുടെ അകത്ത് വിശ്വാസികളുടെ അകത്തുള്ള ആദ്യ ചിത്രം അത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറേണ്ടത്. യേശു ഒരിക്കൽ എന്നെ രക്ഷിക്കും, യേശു ഒരിക്കൽ എന്നെ സഹായിക്കും.
യേശു ഒരിക്കൽ എന്നെ വിടുവിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് നിങ്ങളിൽ കൂടുതൽ പേരുമെങ്കിൽ നാളുകളായി നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ് മാറ്റമില്ലാതെ. യേശു ഒരിക്കൽ എന്നെ വിടുവിക്കും, യേശു ഒരിക്കൽ എന്നെ രക്ഷിക്കും, യേശു എന്നെ സൗഖ്യം, ഒരിക്കൽ എന്നെ സൗഖ്യം. നോ. യേശു ഒരിക്കലല്ല, യേശു ഒരിക്കലായി എൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. അവൻ എൻ്റെ ഉള്ളിലാണ്, അവൻ എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുകയാണ്. പ്രശ്നങ്ങൾ വരുമ്പോ ദൈവമേ രക്ഷിക്കണേ എന്നല്ല, പ്രശ്നം വരുമ്പോ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണമെന്നാ. നിങ്ങൾ എങ്ങനെയാ സാധാരണ പ്രശ്നങ്ങൾ വരുമ്പോ ദൈവമേ എന്നാണോ പറയുക? എൻ്റെ കൂടെ നീ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഭയപ്പെടുന്നതെന്നാണോ? ഏത് രീതിയിലാ ചിന്തിക്കുന്നേ? സത്യം പറ, ഏത് രീതിയിലാ ചിന്തിക്കുന്നത്? ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്ന രീതി ദൈവമേ എന്നെ സഹായിക്കണേ, കൈവിടില്ലെന്നൊക്കെ എനിക്കറിയാം. ദാറ്റ് ഇസ് എ റോങ് അണ്ടർസ്റ്റാൻഡിങ്. അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ശരിയായ അറിവല്ല. ശരിയായ അറിവ് പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഭയപ്പെടുന്നേ? അവൻ എൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കുന്നേ? നീ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നിന്നെ മുക്കത്തില്ല, അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ അത് നിന്നെ നശിപ്പിക്കത്തില്ല. കാരണം അവൻ എൻ്റെ കൂടെ ഉണ്ട്. അതാണ് വേദപുസ്തകം പറയുന്നേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയോ. ദൈവം രക്ഷിക്കുവോ? ദൈവം കൂടെ ഉണ്ടോ? സത്യസന്ധമായി ചോദിച്ചേ. പ്രശ്നം വരുമ്പോൾ ദൈവമേ രക്ഷിക്കണമെന്ന് മേലോട്ട് നോക്കി വിളിക്കത്തില്ലേ? അതാണ് നിങ്ങളുടെ പ്രശ്നവും. നിങ്ങളൊന്നും വേണ്ടാത്ത പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും? അയ്യോ എന്നെ കൈ വിടല്ലേ കർത്താവേ എന്നും കൂടെ പറഞ്ഞളയും. ഈ കൈ വിടാനും കൈ പിടിക്കാനൊന്നും ഇല്ല, ആളുള്ളി ഇരിക്കുകയാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. ഈ പുതിയ നിയമം പഴയ നിയമം എന്നത് രണ്ട് ബൈബിൾ ഭാഗങ്ങളുണ്ട്. ഈ പഴയ നിയമം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? ദൈവം കൂടെ ഉണ്ടെന്ന് പറയുന്നതിനെയാണ് പഴയ നിയമം. പുതിയ നിയമം എന്ന് പറയുന്നത് കൂടെ ഉണ്ടെന്നല്ല, നിന്റെ ഉള്ളിലുണ്ടെന്ന് പറയുന്നതാണ് പുതിയ നിയമം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, ഒരു കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും എന്ന് വിചാരിക്കേ. ഭർത്താവിന് ശമ്പളം കിട്ടി, ഭാര്യ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ മാത്രം കൊടുക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ലേ? അങ്ങനെയുള്ളവർ സദയം ക്ഷമിക്കേ. അല്ല, പൈസ കൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടുവച്ചു, അവൾ ആവശ്യത്തിന് എടുത്തു, ഞാൻ ആവശ്യത്തിന് എടുത്തു എന്ന് പറഞ്ഞാൽ അത് എൻ്റെയും അവളുടെയും കൂടെ ആണെന്നുള്ളതിൻ്റെ തെളിവ്. അതാണ് ശരിയായ അതാണ് വാസ്തവത്തിൽ കുടുംബജീവിതം. അത് ബ്രദർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും, അവൾ എന്താ ചെലവാക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. ആ ബോധമില്ലാത്ത സഹോദരിമാരെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. നിങ്ങൾ അതിൽ ചോദിക്കുക, ജീവാംശത്തിന് വേണ്ടി ഭർത്താവിന് വേണ്ടി വഴക്ക് കൂടുന്ന ഏതെങ്കിലും ഭാര്യമാരുണ്ടെങ്കിൽ അവർ കല്യാണം കഴിച്ചതാണോ? എന്നാൽ 2 പിള്ളേരൊക്കെ ഉണ്ടായില്ലേ? നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയ ഒരു ഹല്ലേലൂയ പറയാമോ? പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ ക്രിസ്ത്യാനികൾ പറയുന്നത് ദൈവമേ എന്നെ കൈവിടരുത്, ദൈവമേ എന്നെ രക്ഷിക്കണേ, ദൈവമേ എന്നെ സഹായിക്കണേ. അതിൻ്റെ അർത്ഥം ദൈവം അവരുടെ കൂടെ ഉള്ളത്, അവരുടെ ഉള്ളിൽ വസിക്കുന്നത് അവരറിയുന്നതേ ഇല്ല. ക്രിസ്തീയത എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ ജീവനോടെ വസിച്ചുകൊണ്ട് എന്നിലൂടെ പ്രവർത്തിക്കുന്നതിനെയാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. എന്താണ് ക്രിസ്തീയത? ക്രിസ്തീയത എന്ന് പറയുന്നത് എന്തുവാ? യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്ന് വസിച്ചുകൊണ്ട് എന്നിലൂടെ പ്രവർത്തിക്കുന്നതിനെയാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തീയതയെക്കുറിച്ച് നമ്മളെ വിചാരിച്ചത് എങ്ങനെയെന്നറിയോ? മനങ്ങ് വന്നിട്ട് വെള്ളം കുപ്പി അവിടെ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇത് യേശുവാണ്. കണ്ട യേശുവിൻ്റെ ലുക്കില്ലേ? ഓക്കെ, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ യേശുവേ എന്നെ സഹായിക്കണേ എന്ന് പറയുന്നതായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ക്രിസ്തീയത. അപ്പോൾ യേശു വന്നിട്ട് എൻ്റെ കൈ പിടിച്ചു, എന്നിട്ട് മോനെ ഞാൻ നിന്നെ നടത്തിക്കോളാം എന്ന് പറയും. അങ്ങനൊരു കൺസെപ്റ്റാണ് ക്രിസ്ത്യാനികളുടെ അകത്തുള്ളത്. തെറ്റാണ്. അടുത്തിരിക്കുന്നവരോട് പോലെ തെറ്റാണ്. ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ യേശുവിനെ വിശ്വസിച്ച ദിവസം നടന്നത് ഈ യേശു കർത്താവ് എൻ്റെ ഉള്ളിൽ വന്നു വസിച്ചതാണ്. അവൻ ജീവിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട്
എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട്, എല്ലാവരും പറഞ്ഞു എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്നിലൂടെ പ്രവർത്തിക്കുന്നതിനെയാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. എന്നിൽ വസിച്ചുകൊണ്ട് എന്റെ കൂടെ പ്രവർത്തിക്കുന്നതിനെ എന്ത് വിളിക്കുന്നത്? ക്രിസ്തീയത എന്ന് പറയുന്നു. അല്ല, മറ്റേത് നമ്മൾ പറയുന്നത് എന്തുവാ? അത് ക്രിസ്തീയതയല്ല. അത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ഈ കൂടെ ഉണ്ടായിരുന്നതിന്റെയും ഉള്ളിൽ വസിക്കുന്നതിന്റെയും വ്യത്യാസം അറിയാവോ? ഭയങ്കര വ്യത്യാസമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. ഇതൊന്ന് മനസ്സിലായാൽ എന്ത് പ്രശ്നത്തിന് നടുവിൽ നെഞ്ചു നിർത്തി വയ്ക്കുക, ആരടാ എന്നെ തൊടുന്നേ? യേശു പറഞ്ഞൊരു മനോഹര ഉദാഹരണമുണ്ട്. യേശു പറഞ്ഞൊരു മനോഹര ഉദാഹരണം. വന്നിട്ട് നീ ആ ഗ്ലാസ്സോടെ ഗ്ലാസ്സോടങ്ങുവാ ആ ഗ്ലാസ് ഈ കൈ പിടി, അങ്ങനെ പിടിക്കുക, ഇതിൻ്റെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, കൈ പൊക്ക. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ആരാണ്? ശാഖകളാണ്. മുന്തിരിവള്ളിയും ശാഖയും കാണിക്കുക. ഇവിടെ മുന്തിരിവള്ളി ഇരിപ്പുണ്ടോ? ഇല്ല. ഇത് ശാഖയായിക്കോട്ടെ, ഓക്കെ, നല്ല കാര്യം. ഇത് മുന്തിരിവള്ളി, ഇത് ശാഖ. ശാഖയിലാണ് കായ ഉണ്ടാവുന്നത് അല്ലേ? അതോ മുന്തിരിവള്ളിയിലാണോ കായ ഉണ്ടാവുന്നത്? എനിക്ക് തോന്നുന്നു പാലക്കാട്, തൃശ്ശൂരൊക്കെ മുന്തിരിവള്ളിയിലാണ് കായ ഉണ്ടാവുന്നത്. എവിടെ? ശാഖയിലാണ് കായ ഉണ്ടാവുന്നത്. യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ ശാഖയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞതെന്നറിയൂ, നിങ്ങൾക്ക് എന്നെ കൂടാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ വിചാരിക്കുന്നത് രണ്ടായിട്ടാണ് കാണുന്നത്. അല്ല, യേശു പറഞ്ഞു നമ്മൾ രണ്ടും ഒന്നാണ്. എന്നിലൂടെ വരുന്ന ജീവരസമാണ് നിങ്ങളിൽ കായുണ്ടാക്കുന്നത്. നാട്ടുമാവ് വെച്ച കാട്ടുമാങ്ങ ഉണ്ടാവുമോ? എന്തുണ്ടാകാതെ? ഉണ്ടായിക്കൂടെ? എന്താ നിങ്ങളൊന്നും വേണ്ടാത്ത? അങ്ങനെ ഉണ്ടാവില്ല. എൻ്റെ കാരണം എന്താ? ചെടിയുടെ സ്വഭാവമാണ് കൊമ്പിൽ വെളിപ്പെടുന്നത്. ആരുടെ സ്വഭാവം വെളിപ്പെടുന്നേ? ചെടി എന്താണോ അത് കൊമ്പ് കാണിക്കും. ചെടിക്ക് ക്വാളിറ്റി കാണിക്കാൻ പറ്റത്തില്ല, പക്ഷെ കൊമ്പിനാണ് ചെടിയുടെ ക്വാളിറ്റി കാണിക്കാനായി കഴിയുന്നത്. ഫലം കൊണ്ടാണ് നീ ആരോടൊപ്പമാണെന്നറിയുന്നത്. ഗുണം കൊണ്ടാണ് നീ ആരോടൊപ്പമാണെന്ന് അറിയുന്നത്. കുറച്ചു നേരം കൊണ്ടൊന്ന് വിശദീകരിക്കാം. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. നിങ്ങൾ ആരാണ്? ശാഖകളാണ്. ആരാണ്? ശാഖയിലാണ് എന്ത് ഉണ്ടാകുന്നത്? ഫലം ഉണ്ടാകാൻ ശാഖ എന്താ ചെയ്യാറുള്ളത് പറയാവോ? ഇങ്ങനെ മുക്കു വരുന്നുട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇരുന്ന് മുക്കിയാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. ആണോ? പറ. ശാഖയിൽ എങ്ങനെ കാ ഉണ്ടാവുന്ന? പറ. പൂവുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാൻ ഇവിടെ കൊണ്ടങ്ങ് വെട്ടുകയാണ്, പൂവുണ്ടാവുമോ? അതെന്താ പൂവുണ്ടാവത്തെ? ഇതിന് തനി ഉണ്ടായിക്കൂടെ? എനിക്ക് പൂവുണ്ടാവണം, പക്ഷെ എനിക്ക് ഈ കക്ഷിയോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ പറ്റുമോ? അതെന്താ പറ്റാത്തെ? ഈ ചെടി വലിച്ചെടുക്കുന്ന വെള്ളമാണ്, ജീവനാണ് ഇതിലൂടെ വെളിപ്പെട്ട് വരുന്നത് എന്ന് പറഞ്ഞ ഈ ചെടിയുടെ ജീവനാണ് നാളെ കായായിട്ട് വെളിപ്പെടുന്നത്, പൂവായി വെളിപ്പെടുന്നത് അല്ല എന്ന് പറഞ്ഞ ചെടിയോട് ചേർന്ന് നിൽക്കാതെ പുള്ളിക്ക് ജീവനില്ല, ഫായ്കളില്ല, ഫലങ്ങളില്ല, പൂക്കളില്ല, ഇലയില്ല, കൂമ്പില്ല, വളരില്ല, ഫലം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും കൂടെ നിന്നോ? എപ്പോഴാണ് ഫലം കൊടുക്കാൻ തുടങ്ങുന്നത്? ഉറക്കെ പറ. എന്ന് പറഞ്ഞാൽ ഈ കൊമ്പും ഈ ശാഖയും ഈ ചെടിയും തമ്മിൽ ഒന്നായിരിക്കുമ്പോഴാണ് ഫലം ഉണ്ടായി വരുന്നത്. എല്ലാവരും പറഞ്ഞേ, ശാഖയും കൊമ്പും ഒന്നായിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഫലം കൊടുക്കുന്നത്. എപ്പോഴെങ്കിലും അത് മുറിഞ്ഞു പോയാൽ പരിപാടി നടക്കത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതാണ് ക്രിസ്തീയ സങ്കല്പം, ഇതാണ് ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ യേശു വാസം ചെയ്യുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന സമയത്ത് എന്ത് നടക്കും? യേശു പുറത്ത് വന്നിട്ട് ഇനി മുതൽ ഞാൻ നിന്നെ നടത്തിക്കൊള്ളാം എന്ന് പറയും. അല്ല, ഇന്നു മുതൽ ഞാൻ നിന്റെ ഒപ്പം നടന്നോളാം. അല്ല,
യേശു പറഞ്ഞത് ഞാൻ നിന്റെ ഉള്ളിൽ വാസം ചെയ്യാം എന്ന് പറഞ്ഞ ഇന്ന് മുതൽ നീ നടക്കുമ്പോൾ ഞാനും കൂടെ നടന്നോളാം. നീ നിന്ന ഞാൻ നിൽക്കും, നീ പോയാൽ ഞാൻ പോകും, നീ തുറന്നാൽ ഞാൻ തുറക്കും, നീ നീട്ടിയാൽ ഞാൻ കൈ നീട്ടും. അതാണ് യേശു പറഞ്ഞത്. ഈ വ്യത്യാസം മനസ്സിലാവുന്നോ? നിങ്ങൾ എങ്ങനെ യേശുവിനെ കാണുന്നത്? യേശു കൂടെ വരുന്ന ഒരാളെ പോലെയാണോ കാണുന്നത്, അതോ ഉള്ളിലുള്ള ഒരാളെ പോലെയാണോ കാണുന്നത്? കള്ളത്തരം പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുക രാവിലെ. നിങ്ങൾ എങ്ങനെയാ കാണുന്നേ? പറ. ആരോ ഒരാൾ കൂടെ നടക്കുന്നതായിട്ട് അങ്ങ് കാണുക, യേശു കൂടെ ഉണ്ട്, വലതേ അടുത്ത് ഏത് വർഷം വേണ്ടി നിർത്തിക്കോ. അങ്ങനെയാണ് നമ്മുടെ കൺസെപ്റ്റ്, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അത് തെറ്റായ ചിന്തയാണ്. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ എന്തും കൂടെ ചിന്തിക്കണം. ആദ്യത്തെ പ്രയോറിറ്റി യേശു എൻ്റെ ഉള്ളിലുണ്ടെന്നാണ്. യേശുവിൻ്റെ മുമ്പിലുണ്ട്, യേശുവിൻ്റെ പുറകിലുണ്ട്, യേശുവിൻ്റെ മുമ്പിലുണ്ട്, യേശുവിൻ്റെ മേളിലുണ്ട്, യേശുവിൻ്റെ താഴെയൊക്കെ ചിന്തിക്കാം. പക്ഷെ ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ യേശു വന്ന് വാസം ചെയ്തു. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ബൈബിൾ പറയുന്നൊരു വാചകം നിങ്ങൾക്ക് വായിച്ചാൽ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാകും. 1 യോഹന്നാൻ 4:15 വാക്യം. 1 യോഹന്നാൻ 4:15 വാക്യം. 1 യോഹന്നാൻ 4:15 വാക്യം. വേഗത്തിൽ. യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ, യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ. സ്വീകരിക്കുക എന്ന് പറഞ്ഞ വാക്കിന്റെ ഇംഗ്ലീഷ് ബൈബിളും അല്ലെങ്കിൽ മറ്റു ട്രാൻസ്ലേഷൻ നോക്കിയാൽ അറിയാം. സ്വീകരിക്കുക, സ്വീകരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റുപറയുക എന്നർത്ഥം. സ്വീകരിക്കുക എന്നല്ല, സ്വീകാരം എന്ന് എഴുതിയിരിക്കുന്നത് വേറൊരർത്ഥ വാക്കാണ്. ആ വാക്ക് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയാലേ ഒക്കത്തുള്ളൂ. യേശുവിനെ ആരെങ്കിലും യേശുവിനെ ദൈവപുത്രനെന്ന് ഏറ്റുപറഞ്ഞാൽ, യേശുവിനെ ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ, അടുത്ത വാചകം ഒന്ന് വായിക്കാം. ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഒരു വാചകം വിട്ടുപോയി അവനെ. ദൈവം അവനിലും അവൻ ദൈവത്തിലും വസിക്കുന്നു. അങ്ങനെയല്ലേ? ഒന്ന് വായിച്ചേ. ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അവൻ ആദ്യത്തെ ആ വരികൾ വിട്ടുപോയി. അതിനകത്ത് ഒരുമിച്ച് വായിക്കേ. യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ. ആ വാചകം പറഞ്ഞില്ലേ അടുത്ത വാചകം കിട്ടത്തില്ല. യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും എന്ന് പറഞ്ഞ അവനിൽ ദൈവവും ദൈവത്തിൽ അവനും വസിക്കുന്നു. പക്ഷെ എന്നാ ബ്യൂട്ടിഫുൾ ആയ കാര്യം അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും ദൈവത്തെ നോക്കിയിട്ട് ദൈവമേ എൻ്റെ അടുക്ക വരണേന്ന് പറയണ്ട, ദൈവമേ എൻ്റെ കൈ പിടിച്ചോളണേന്ന് പറയണ്ട, ദൈവമേ എന്നെ സഹായിക്കണേന്ന് പറയണ്ട. കാരണം ആള് നമ്മുടെ ഉള്ളിൽ വസിക്കുവോ? ഒരു ഹല്ലേലൂയ പറയാത്തത്. ഒന്നും കൂടെ പറഞ്ഞ് ഞാനെന്ന് പറയണ്ടെന്ന് പറഞ്ഞ് യേശുവേ എൻ്റെ കൈ പിടിച്ചോളണേ എന്ന് പറയണ്ട. അത് പറയാതിരിക്കാൻ നമ്മളെ കൊണ്ട് ഒക്കുവോ? കാരണം മുഴുവൻ തലയിൽ അതല്ലേ ഇരിക്കുന്നേ. ഇത്രയും കൊല്ലം തലയിരിക്കുന്ന മുഴുവൻ എന്തുവാ? കൈ പിടിച്ചോളണേ, കാല് പിടിച്ചോളണേ, പിടിച്ചോളണേ, വീഴാതെ നോക്കിക്കോളണേ, ഇതല്ലേ പറയുന്നേ. അപ്പൊ ക്രിസ്തീയ സങ്കല്പത്തിന്റെ പ്രത്യേകത എന്തോ? യേശു നമ്മളിൽ വിശ്വസിച്ച നിമിഷം മുതൽ നമ്മുടെ ഉള്ളിലാണ്. ഇനി മുതൽ നിങ്ങൾ വീഴത്തില്ല. ഹല്ലേലൂയ. വീഴാതെ വണ്ണം കൈ പിടിക്കണ്ട, കാരണം ഉള്ളിൽ യേശു വസിക്കുക. വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുക എന്നത് അവൻ ഉള്ളിൽ വസിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. പ്രയാസമാണോ മനസ്സിലാക്കാൻ പ്രയാസമാണോ? അതോ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമായോ? ഒരു ഹല്ലേലൂയ പറഞ്ഞ കരവേർന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ ദുർഘട സമയങ്ങൾ വരുമെന്ന് കേൾക്കുമ്പോൾ, വളരെ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ വരുമെന്നും കേൾക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, അത് നിങ്ങളെ തൊടുമെന്നല്ല പറഞ്ഞേ, അത് നിങ്ങളെ അവസാനിപ്പിക്കുമെന്നല്ല പറഞ്ഞേ, അത് നിന്നെ നശിപ്പിക്കുമെന്നുമല്ല ദൈവം പറഞ്ഞേ. അതിന് നടുവിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ പ്രശ്നങ്ങൾ വരുമെന്ന് നിങ്ങൾക്കറിയാം, അതൊക്കെ വരുമെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ അത് തൊടത്തില്ല. അതിൻ്റെ നടുവിൽ സക്സസ് ആയി ജീവിക്കാൻ പറ്റില്ല എന്ന് ബൈബിൾ പറഞ്ഞില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വളരെ പ്രയാസമുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം അവിടെ എനിക്ക് വിജയകരമായി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. പകരം നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ വളരെ പ്രയാസമുള്ള സംഭവങ്ങൾ വരുമ്പോൾ ജീവിച്ച ആളുകളെ കുറിച്ചാണ് ഇത് മുഴുവൻ എഴുതിയിട്ടുള്ളത്. വളരെ പ്രയാസമുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ ആളുകളെ നടത്തിയ രീതിയാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എഴുതിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം നിങ്ങളെയും അങ്ങനെ ദൈവം പരിപാലിക്കാൻ വിശ്വസ്തനെന്ന് മനസ്സിലാക്കി തരേണ്ടതിനാണ് നിങ്ങളെ വഴി നടത്തുന്നത്. വേദപുസ്തകത്തിലെ ഇതാ പുതിയ നിയമത്തിൽ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു അഗബസ് എന്ന് പറയുന്നത്. അഗബസ് എന്ന പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ഈ രാജ്യത്ത് ക്ഷാമം ഉണ്ടാകാൻ പോവാണ്. അപ്പോസ്തലന്മാരുടെ കാലത്ത് പുതിയ നിയമത്തിൽ ആദ്യമായി ക്ഷാമം പ്രവചിച്ചത് പുള്ളിയായിരുന്നു.
നിങ്ങൾ ആരെങ്കിലും പിന്നെ വായിച്ചിട്ടുണ്ടോ അത് കാരണം ക്ഷാമനിമിത്തം എന്ത് സംഭവിച്ചു? അപ്പോസ്തലന്മാർ പട്ടിണി കെട്ടു. അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. ക്ഷാമം ദേശത്തുണ്ടായി, പക്ഷേ അപ്പോസ്തലന്മാർ അതിന്റെ മേളിൽ ജീവിച്ചു. അവിടുത്തെ വിശ്വാസി അതിന്റെ മേളിൽ ജീവിച്ചു. അതിന്റെ മുകളിൽ ഉയർന്ന തലത്തിൽ അവരായിരുന്നു. അവരാരും അതിന്റെ നടുവിൽ തോറ്റുപോയില്ല, കൈയടിച്ചില്ല, ആമേൻ പറഞ്ഞില്ല. ഒന്ന് ശ്രദ്ധിച്ചേട്ടെ, ഒന്നും കൂടെ പറ. ഈ ലോകത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, ഈ ലോകത്തിൽ ദുർഘടങ്ങളായ സമയങ്ങൾ വരാം. ദുർഘടങ്ങളായ സമയങ്ങൾ വരാം. അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടരുത്. അത് നിന്നെ തൊടുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. അത് നമ്മെ തൊടുകയില്ല. അത് നമ്മളെ തൊടുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. നമ്മെ തൊടുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. പകരം അത് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വരുമെന്നാണ് ബൈബിൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നീ എന്താണ് അതിന്റെ നടുവിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ധൈര്യപ്പെട്ട് അതിനെ ജയിച്ച ഒരുവനിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. അവൻ ജയാളിയാണ്, അവൻ ജയാളിയാണ്, അവൻ ജയാളിയാണ്. ഹല്ലേലൂയ. കൈകളടിച്ചു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ക്രിസ്തീയത എന്ന് പറയുന്നത് യേശു എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നടക്കുന്നതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല അതിനെ നേരിടുന്നത്, എൻ്റെ ഉള്ളിൽ ഒരുവനുണ്ട്. ഞങ്ങൾ ഒരുവരായാണ് അതിനെ നേരിടുന്നത്. പ്രശ്നത്തെ ഫേസ് ചെയ്യുന്ന ഞാൻ മാത്രമല്ല, എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് യേശുവും ഞാനും ചേർന്നാണ് അതിനെ പ്രതികരിക്കുന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്കത് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം ഇങ്ങനെയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിതാ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന് നടുവിൽ പോയി നിൽക്കുകയാണ്. ആ സമയത്ത് കാലുകൾ ജന്മനാ തളർന്ന ഒരു മനുഷ്യനെ കാണാം. എൻ്റെ കൂടെ എത്തിയോ നിങ്ങൾ? ആ മനുഷ്യനെ കണ്ടിട്ട് ഞാനായിരുന്നു എന്ത് ചെയ്തതിനെ കയ്യിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞേനെ, യേശുവേ നീ ഒന്ന് കൈ നീട്ടി തൊടണമേ, ഒന്ന് രക്ഷിക്കണമേ, ഒന്ന് സഹായിക്കണമേ, ഒന്ന് മനസ്സലിയണമേ, ഈ കാലിൻ്റെ മേലൊന്ന് മനസ്സലിഞ്ഞ് തൊടണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേൾക്കാനാണ് നമുക്കിഷ്ടം. ഇങ്ങനെ അപ്പോസ്തല പ്രവൃത്തിക്ക് ശേഷം ഒരാളും പ്രാർത്ഥിച്ചില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തിക്ക് ശേഷം എന്ത് ചെയ്തില്ല? ഒരാളും പ്രാർത്ഥിച്ചില്ല. അതിന് പകരം എന്നെ ചെയ്തു? കയ്യിലോട്ട് പിടിച്ചിട്ടു പറഞ്ഞു, നസ്രാനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. അതെങ്ങനെ പറയാൻ പറ്റും? ഇയാൾക്ക് എങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറയാൻ പറ്റുന്നേ? യേശുവേ നീ ഒന്ന് മനസ്സലിഞ്ഞ് തൊടണമേ, യേശുവേ വരണമേ, യേശുവേ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ശരിയായ രീതി അതല്ല. കാരണം ഈ കൈ പിടിക്കുന്ന പത്രോസിന്റെ ഉള്ളിൽ യേശു വാസം ചെയ്യുന്നത് പത്രോസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ കൈ പിടിച്ചിട്ട് നസ്രാന യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞത്. അവനും യേശുവും ഒന്നായി. ആ ബോധ്യത്തിൽ നിന്നാണ് കൈ പിടിച്ചിട്ട് പറഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ. നിങ്ങളോട് ചോദിച്ചോ, നിങ്ങളുടെ മനസ്സായിട്ട് ചോദിച്ചോ, നിങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എങ്ങനെ പറയും? ഞാൻ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൈവച്ചിരിക്കുകയാണ്. ദേഹത്തെ നീർക്കെട്ട് മാറാനും ജോയിൻസ് പെയിൻ മാറാനും പ്രാർത്ഥിക്കുക കേട്ടോ. എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നത്? ജോയിൻസ് പെയിൻ മാറാൻ, ചെറിയൊരു നീർക്കെട്ട് അവിടെ എവിടെയൊക്കെ ഉണ്ട്, അത് മാറാനും എന്ത് ചെയ്യുന്നേ? പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്നുണ്ടോ? അങ്ങനെ ഇല്ലേ? ഉണ്ടോ? അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടോണേ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ തൊടണമേ കർത്താവേ, യേശുവേ നീ കൈ നീട്ടണമേ കർത്താവേ, യേശുവേ. ഇത് കേട്ട ഭയങ്കര ഇഷ്ടം തോന്നും. പക്ഷെ അപ്പോസ്തലന്മാരും അങ്ങനെ പ്രാർത്ഥിച്ചില്ല. അതിന് പകരം അവർ ദൈവത്തോട് കൈവച്ചിട്ട് പറഞ്ഞു, നസ്രാനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാ. അതെങ്ങനെ പറ്റും? അതെങ്ങനെ പറ്റും? നസ്രാനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാ. അങ്ങനെ പറഞ്ഞ സൗഖ്യമാകുമോ? അതെന്താ കാരണം? സോ സിമ്പിൾ. അവർ യേശുവിനെയും അവരെയും രണ്ടായിട്ടല്ല കണ്ടേ, അവരും യേശുവും ഒന്നായിട്ടാ കണ്ടേ. അതുകൊണ്ടാണ് കൈവച്ചിട്ട് പറഞ്ഞത് സൗഖ്യമാകാൻ പറഞ്ഞത്.
കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദകരത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, ഞാൻ അതിനെ നേരിടും, ഞാൻ അതിനെ എതിർക്കും, ഞാൻ അതിനെ മുന്നേറും, ഞാൻ അതിന് തോക്കാനല്ല പോകുന്നത്, ഞാൻ അതിന് തളരാനല്ല പോകുന്നത്, എനിക്കതിനെ മറികടക്കാനായി പറ്റും, എനിക്കതിന് കഴിയും. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറ, എനിക്കതിന് സാധ്യമാണ്, ഞാൻ അതിനെ മറികടക്കും, ഞാൻ ഈ സ്ഥിതികളിൽ നിന്ന് പുറത്തു വരും. ഇദ്ദേഹം പറഞ്ഞു കേട്ടോ, ഞാൻ ഈ സ്ഥിതികളിൽ നിന്ന് പുറത്തു വരും. തെറ്റായ പറച്ചിലാണ്. ഞാൻ പുറത്തു വന്നിരിക്കുകയാണ്, ഇനി പുറത്തു വരേണ്ട കാര്യമൊന്നുമില്ല. ഈ സ്ഥിതികളിൽ നിന്ന് ഇനി പുറത്തു വരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആൾറെഡി യേശു നമ്മളെ രക്ഷിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ഞാൻ അത് അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ പോകുന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഞാനൊന്നും കൂടെ വാചകം പറയാം. യേശു കർത്താവും ഞാനും ഒന്നായിരിക്കുക. എല്ലാവരും കിടന്ന് കരമേർത്തി പറഞ്ഞു, ഞാനും യേശു ഒന്നാണ്, ഞാനും യേശു ഒന്നാണ്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ എന്ത് ചെയ്തത്? യേശുവിന്റെ നാമം പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാണെന്ന് പറഞ്ഞത്. കാരണം അവരെ രണ്ടായി കണ്ടില്ല, അവരും യേശു ഒന്നായി കണ്ടിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ കൂടെ സഞ്ചരിച്ചത്. പക്ഷെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയും, കർത്താവേ നീ വേറെ, ഞാൻ വേറെയാ, നീ ഇപ്പൊ എന്നോ ഒന്ന് വരുന്നേ, എപ്പോഴൊന്ന് താഴോട്ട് വരുന്നേ. മേളിലാന്നാണ് വിചാരം കേട്ടോ. നമ്മൾ താഴോട്ട് വരുത്താനുള്ള പാട്ട്, ആരാധന, കരച്ചില്, നിലവിളി എല്ലാം നടത്തും. ആരെ താഴോട്ട് ഇറക്കാനാണ്? നമ്മളൊരാളും മിണ്ടണില്ല. പക്ഷെ പുള്ളി താഴോട്ട് വന്ന് ഒരു കാര്യം ചെയ്തിട്ട് അപ്പൊ പൊയ്ക്കളെ മടങ്ങി. അതാണ് കുഴപ്പം. വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? പറ. നമുക്ക് ദൈവം നമ്മുടെ കൂടില്ലാന്ന് തോന്നി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരോട്ട് നോക്കിയിട്ട് ഞാൻ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ. മനസ്സിലെ ഭാവം എന്നാന്നറിയോ? മേളിൽ നിന്ന് ഇറങ്ങി വരണേ കർത്താവേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഇതാ ഭാവം. ഞാൻ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലൂടെ യേശുവിനെ അറിഞ്ഞേ. ആ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് തരുന്നറിയോ? വാ വാ യേശുനാഥ, വാ വാ സ്നേഹനാഥ. എനിക്കിഷ്ടം, ഭയങ്കര ഇഷ്ടമോ. എല്ലാ ദിവസവും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വാ വാ യേശു. ഒരു ദിവസം കർത്താവിനോട് ചോദിച്ചു, ജോണെ എപ്പോഴാ ഞാൻ നിന്നെ വിട്ടുപോയേ? ഇടയ്ക്കിടയ്ക്ക് നീ വിളിച്ചു വരുത്തുന്നതിന് ഞാൻ എപ്പോഴാ നിന്റെ അടുത്ത് പോയേ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, എപ്പോഴാ നിന്റെ അടുക്കുന്ന യേശു പോയേ? ചോദിച്ചോ? നമ്മുടെ അകത്തുള്ളത് ചിന്ത എന്തുവാ? എപ്പോഴോ കർത്താവ് പോയി, എന്തോ കാര്യം വന്ന് സാധിച്ചിട്ട് യേശു എന്ത് ചെയ്തു? പോയി. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോ യേശു പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുകയാണ് ചെയ്തത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് എൻ്റെ ഉള്ളിൽ യേശു ഉണ്ട്, എൻ്റെ ഉള്ളിൽ യേശു ഉണ്ട്. കേൾക്കുന്നോ ഞാൻ പറയുന്നേ? അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വയറ്റിലുള്ള കാര്യങ്ങൾ സൗഖ്യമാക്കാൻ യേശുവിന് പറ്റുമോ? പറ്റില്ല. യേശുവിനെ വിശ്വസിച്ച ലിവർ ശരിയാവും, കുടല് ശരിയാവും, ഹിപ്പിന്റെ ഭാഗങ്ങൾ ശരിയാവും. ശരിയാവണ്ടേ? യേശുവിനെ വിശ്വസിച്ച് ആരുടെ ഉള്ളിൽ പോവും? യേശു ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ പോവും. പിന്നെ അന്ന് മുതൽ അത്ഭുതങ്ങളിൽ ജീവിച്ചാ മതി. ഇതിനല്ലേ പ്രാർത്ഥിക്കുന്നേ? അതല്ല ഇന്ന് സാധ്യമായിട്ട് പോകാൻ പോവാ. ഇന്ന് കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിച്ച ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാനും യേശുവും ഞാനും കർത്താവും ഒന്നാണേ. ജി മേജർ വായിക്കണം. ഞാനും യേശുവും ഞാനും ആത്മാവും ഒന്നാണേ. ഞാനും യേശുവും ഞാനും ആത്മാവും ഒന്നാണേ. ഓ എൻ്റെ കൂടെ നിന്ന് സ്വർഗം മുഴുവൻ എൻ്റെ കൂടെ വാഴുന്നേ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, സ്വർഗം മുഴുവൻ എൻ്റെ കൂടെ
വാഴുന്നേ. എന്റെ കൂടെ പാടിക്കേ. ഞാനും യേശുവും ഞാനും ആത്മാവും ഒന്നാണേ. ഞാനും യേശുവും ഞാനും ആത്മാവും ഒന്നാണേ. സ്വർഗം മുഴുവനും എന്റെ കൂടിന്ന് വാഴുന്നേ. സ്വർഗം മുഴുവനും എന്റെ കൂടിന്ന് വാഴുന്നേ. ഇരുന്നേ. യേശു പറഞ്ഞ വാചകത്തിലേക്ക് ഒരു 1 കൊരിന്ത്യരിലേക്ക് വരാം. 6-ാം അധ്യായം എടുക്കാം. 15ഉം 16ഉം വാക്യങ്ങൾ വായിക്കാം. 16ഉം 17ഉം വായിച്ചാലും മതി. 15ഉം 16ഉം 17ഉം. സ്ത്രീയോട് പറ്റിച്ചേരുന്നവൻ, അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത്, ഒരു സ്ത്രീയുമായി ഒരു മനുഷ്യൻ ചേരുമ്പോൾ അവൻ ഒന്നായി തീരുന്നത് പോലെ, അടുത്ത വാചകം പറയുക, കർത്താവുമായി ചേരുന്നവൻ അവൻ ഏക ശരീരമായി. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ഏക ആത്മാവെന്നല്ല എഴുതിയിരിക്കുന്നത്. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ശരീരം നേരത്തേതാ. ഓക്കെ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നെ എന്നെ ശ്രദ്ധിക്കാവോ? ഇത് വിശ്വാസിയാണെന്ന് വിചാരിക്കേ. വിശ്വാസിയാണ്. ഞാൻ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നായി എന്നതിൻ്റെ അർത്ഥം. ഇനി ആരല്ല, ഞങ്ങൾ രണ്ടല്ല എന്നുറക്കെ പറഞ്ഞേ. ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞ ഇവള് കൈപൊക്കിയ യേശു കൈപൊക്കും. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഞാനും യേശു ഒന്നാണെന്ന്? നമുക്ക് തോന്നിക്കാണാൻ വഴിയില്ല. കാരണം നമ്മൾ ആൾക്കാർ ശരിയല്ല. യേശുവിന് കൂടെ വസിക്കാനുള്ള യോഗ്യത ഒന്നും നമുക്ക്, അത് ഭയങ്കര ഭംഗിയിൽ പറയാനും നമുക്കറിയാം. അതിനുള്ള ഗുണമൊന്നും പറ. യേശു എൻ്റെ കൂടെ വസിക്കാനുള്ള ഗുണമൊന്നും എനിക്കില്ലേ? ഉറക്കെ പറ. ഉണ്ടോ? ഇല്ലാന്ന് സമ്മതിക്കുന്നവരത് കൈപൊക്കി കാണിച്ചേ. ഇനി ഉണ്ടെന്ന് സമ്മതിക്കുന്നവരത് കൈപൊക്കി കാണിച്ചേ. കുറച്ചു പേരൊക്കെ യേശു വസിക്കുന്നതിന് ഗുണം മെറ്ററായിട്ടുണ്ട്. നമ്മുടെ അകത്ത് പിശാച് ഏറ്റവും വലിയ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് യേശു എൻ്റെ ഉള്ളിൽ വസിക്കാൻ തക്കവണ്ണമുള്ള യോഗ്യതയില്ല എന്ന് പറയുകയാണ്. എന്നാ ഉറക്കെ പറ. യേശു എൻ്റെ ഉള്ളിൽ വസിക്കാനുള്ള യോഗ്യത, സത്യമായിട്ട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ? ചിലരുടെ മുഖത്ത് നോക്കിയിട്ട് ബ്രദർ എന്നെ നോക്കി പറയരുത് കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സുവിശേഷത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ സഹോദരങ്ങളെ? വാട്ട് ഈസ് മീൻ ബൈ ഗോസ്പൽ? എന്താണ് സുവിശേഷം? ഇത് നമുക്ക് മനസ്സിലാകണം. പൗലോസ് ഈ സുവിശേഷത്തെ പ്രതിയായിരുന്നു അടികൊണ്ടത്. എന്തുകൊണ്ടാണ് പൗലോസിനെ ആളുകൾ അടിച്ചത് അറിയാവോ നിങ്ങൾക്ക്? അന്നത്തെ കാലത്തെ യഹൂദന്മാർ പൗലോസിനെ അടിച്ചതിന്റെ കാരണം എന്താ? കാരണം പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടം. രണ്ടുപേരുന്ന് വരാമോ? അവിടെ ഒന്ന് നിൽക്കാവോ? നമ്മൾ കരുപ്പിക്കും. ഇത് പഴയ നിയമമാണെന്ന് വിചാരിക്കണം. ഇത് പുതിയ നിയമമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞു, ഇന്നത് അനുസരിച്ചാൽ നീ നീതിമാനാകും. എന്നതാണ്? 613 കൽപ്പനകളും 400-ൽ പുറത്ത് ഉപകൽപ്പനകളും കൊടുത്തിട്ട് പറഞ്ഞു, ഈ കൽപ്പനകളെല്ലാം നീ അനുസരിച്ചാൽ, എല്ലാവരും പറഞ്ഞേ, എല്ലാം നീ അനുസരിച്ചാൽ നീ ആരാകും? ഉറക്കെ പറ. നീതിമാനാകും. നിങ്ങൾക്ക് ഈ എല്ലാം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, നമ്മുടെ മോഡറേറ്റഡായി നമ്മൾ ചിന്തിക്കരുത്. നിങ്ങൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ എല്ലാം റിസൾട്ട് വന്നു അല്ലേ? റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കൊച്ചുങ്ങളുണ്ട്, റാങ്ക് കിട്ടിയ കൊച്ചുങ്ങളുണ്ട്. പക്ഷെ റാങ്ക് വെച്ച് കിട്ടിയ കൊച്ചിനും 1 മാർക്ക് കുറവായിരിക്കും അല്ലേ? 100-ൽ എല്ലാറ്റിലും 100-ൽ 100 മേടിക്കുന്ന കുട്ടികളില്ല. അല്ലെങ്കിൽ 1 മാർക്ക് കുറഞ്ഞവരെ നമ്മൾ എന്ത് വിളിക്കും? റാങ്ക് എന്ന് പറഞ്ഞാൽ ആദരിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വെച്ച് ദൈവം വെച്ച നിയമത്തിനൊരു നിയമം വെച്ചു. 613 കൽപ്പനകളും 400-ൽ പുറത്ത് ഉപകൽപ്പനകളിലും ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ ഇയാളെ നീതിമാനായി ദൈവം കാണത്തില്ല. പാസ് മാർക്കില്ല, ഡിസ്റ്റിങ്ഷൻ ഇല്ല, റാങ്കും ഇല്ല. 100% ചെയ്താൽ മാത്രമേ അയാൾ എന്ത് ചെയ്യത്തുള്ളൂ? പാസ്സാക്കത്തുള്ളൂ. വേദപുസ്തകം പറയുന്നത് നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല, ഒരാൾ പോലും നീതിമാന്മാരുണ്ടായിരുന്നില്ലെന്നാണ്. എല്ലാവരിലും ഏതെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു. അപ്പോ സത്യത്തിൽ പഴയ നിയമത്തിൽ
ഒരു മനുഷ്യനെയും നീതി പ്രാപിക്കാൻ, നീതിമാനാകാൻ, വിശുദ്ധനാകാൻ, എല്ലാം അനുസരിച്ചിട്ട് നല്ല മനുഷ്യനാകാൻ ആർക്കും കഴിഞ്ഞില്ല. ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. പക്ഷെ ഇത് പുതിയ നിയമമാണ്. ഇതെന്താണ്? പുതിയ നിയമത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ നിയമത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു വലിയ കാര്യമാണ്. ഈ മനുഷ്യൻ യേശുവിലേക്ക് വന്ന് യേശുവിനെ വിശ്വസിച്ചപ്പോൾ സംഭവിച്ചത് എന്നാണെന്നറിയോ? ഈ 613 കൽപ്പനയും അല്ലെങ്കിൽ 1000 കൽപ്പനകൾ അനുസരിച്ചിട്ട് കിട്ടാത്ത നീതി, എന്നാ 1000 കൽപ്പനകൾ അനുസരിച്ചിട്ട് പോലും കിട്ടാത്ത നീതി, ദൈവം ഒരു തീരുമാനം എടുത്തു. ഇയാൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ സൗജന്യ ഇടം കൊടുത്തേക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാ? ഇയാൾ എത്രയും നാള് പരിശ്രമിച്ചിട്ട് നീതിമാനായോ? ഉറക്കെ പറ. ഇയാള് എന്തെങ്കിലും പരിശ്രമിച്ചോ? പക്ഷെ ആരെന്ത് ചെയ്തു? യേശുവിൽ വിശ്വസിച്ചപ്പോ ദൈവം എന്ത് ചെയ്തു? എങ്കിൽ ഇയാളെ ഞാൻ നീതിമാനാക്കാൻ പോകാൻ തീരുമാനിച്ചു. ഇത് നമുക്ക് മനസ്സിലാവുമോ? നമുക്ക് മനസ്സിലാവാതിന്റെ കാരണം ഈ മനുഷ്യന് ഇതുവരെ ഒരു നീതിയുടെ പ്രവൃത്തി ചെയ്തിട്ടില്ല, നീതിമാനാകാൻ നോക്കിയിട്ടില്ല, നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടില്ല. ഇയാൾ ചെയ്ത ഏക പരിപാടി എന്താ? ഉറക്കെ പറ. വിശ്വസിച്ചപ്പോ ദൈവം തീരുമാനിച്ച എന്താ? എങ്കിൽ ഞാൻ എന്റെ നീതിയെ ഇവന് കൊടുക്കാൻ പോവാ. അതുകൊണ്ടാണ് പൗലോസ് റോമർക്ക് എഴുതുന്ന ലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം മുതൽ പറയുന്നത്, നീതീകരിക്കുന്ന ദൈവം, കുറ്റം വിധിക്കുന്നത് ആരാ? ഞാൻ അവനെ നീതിമാനാക്കി ആരടാ ചോദിക്കാനല്ലെന്ന്. ഓ, എന്നാ വാചകം അല്ലേ ഇത്! പൗലോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ, ശിഷ്യന്മാര് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ അവര് പറഞ്ഞു, അതെങ്ങനെ പറ്റും? ഇത്രയും നാളെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നീതിമാനാകാൻ പറ്റിയിട്ടില്ല, ഇവിടെ യേശുവിനെ വിശ്വസിച്ചാൽ നീതിമാനാകാൻ പറ്റുമോ? ഇത് കള്ളത്തരമാണ്, ഇത് നടക്കത്തില്ല. അത് പ്രസംഗിക്കുന്നവരെ, അത് കേട്ട ഉടനെ ആളുകൾ തല്ലാൻ തുടങ്ങി. അതായിരുന്നു സുവിശേഷത്തിനെ പ്രതിയുള്ള ശിക്ഷകൾ ഉണ്ടായത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ യേശു വന്ന് വാസം ചെയ്യുവോ? പക്ഷെ നിങ്ങൾ നീതിമാനല്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ കുരുത്തക്കേടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാ കയ്യിലിരിപ്പിന്റെ ഇടയിൽ യേശു വരുമോ? ഉണ്ടോ? മിണ്ടനില്ല. കേട്ടോ ബ്രദറിന് ഇതെല്ലാം അറിയാമെങ്കിൽ പിന്നെന്തിനാ ബ്രദറെ ശ്രദ്ധിക്കൂ. യേശുവിൽ വിശ്വസിക്കുന്നവരെ യേശു ഈ ലോകത്തിൽ വന്നത് സൗജന്യമായി നീതിമാനാക്കാനാണ്. ഇതുകൊണ്ട് നമുക്ക് സംശയം വരാം കേട്ടോ, ഇതുകൊണ്ട് സംശയം വരാം. വാ, യേശു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? ശ്രദ്ധിക്കണേ. സാധാരണ മനുഷ്യനെ നല്ലതാകാനുള്ള കഴിവുണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചേ. പക്ഷെ ബൈബിൾ പറഞ്ഞു നല്ലതാകാനുള്ള കഴിവില്ല. ഇയാൾ എന്ത് ശ്രമിച്ചാലും ഏതെങ്കിലുമൊക്കെ തെറ്റിപ്പോകും. പക്ഷെ ഇവിടെ നടന്നത് എന്നാണെന്നറിയോ? ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയൊരു കാര്യം നടന്നു. യേശുവിൽ വിശ്വസിച്ചപ്പോൾ സൗജന്യമായി നീതിമാനാക്കുക മാത്രമല്ല ചെയ്തേ, നീതി ചെയ്യാനുള്ള കഴിവും കൂടെ കൊടുത്തു. എന്നാ? അപ്പൊ ദൈവം എന്നാ ചെയ്ത്? നീതിയെ കൊടുക്കുക മാത്രമല്ല, നീതിയുടെ നേച്ചർ കൊടുത്തു, സ്വഭാവം കൊടുത്തു. ഒരു നല്ല ഹല്ലേലൂയ പറയാം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുണ്ടോ? എനിക്ക് 2 എണ്ണം ഉണ്ട്. ഒന്ന് മൂത്തതും ഒന്ന് ഇളയത്. മൂത്തത് പുറകെ ഇരിക്കുന്നത്, ഇളയത് മുമ്പിൽ ഇരിക്കുന്നത്. അന്നമോള രണ്ടാമതുണ്ടായേ. ഒരു പ്രശ്നം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ പ്രശ്നം എന്നറിയോ? അന്നമോളുടെ തുണി എടുത്തില്ലായിരുന്നു, ജോഹമ്മൻ്റെ തുണി എടുത്തുള്ളായിരുന്നു. എന്ന് പറഞ്ഞ് അവൾക്ക് അവൻ്റെ പാൻറ് മതി. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയോ. ഞാൻ കഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. കാരണം ഇവൾ കാണുന്നത് ഇവൻ പാൻറ് ഇടുന്നതാണ്, അവൾക്ക് എന്ത് മതി? പാവട വേണ്ട. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യത്യാസമായിട്ട് നോക്കി. അത് കണ്ടത് ഇഷ്ടമായത് ഡ്രസ്സാണെന്ന് പറയാം. പക്ഷെ ഈ ഇടയ്ക്ക് ഇവരുടെ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് ഇവൾ അപ്പനും അമ്മയും കളിക്കും. ഇവൾ ഒരിക്കലും അമ്മയല്ലാതെ അപ്പനാവാറില്ല. ഇടയ്ക്ക് കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കും. ജോഹ ഇതുവരെ പാല് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ഒരു ഹല്ലേലൂയ പറയാമോ? 2 പേർക്കും കൂടെ മേടിക്കുമ്പോൾ ജോഹന്നെ അടി ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്യും. ജോഹയ്ക്ക് ഒരു കാറ് മേടിച്ചാൽ അതേ കളറിലെ അതേപോലെ ഇരിക്കുന്ന ഒരു കാർ അവൾക്കും മേടിക്കും. അല്ലെങ്കിൽ മൂത്ത അടി നടക്കും വീട്ടില്. അതിന്റെ കൂട്ടത്തിൽ പാവയും കൂടെ മേടിക്കും. ജോഹ പാവ തൊടത്തില്ല. പക്ഷെ അന്നമോള് കാർ കിട്ടിയോന്ന് ആദ്യം നോക്കും. 2 ഉരുട്ടും.
പിന്നെ ആ കാർ ആ വഴിക്ക് കളയും, പിന്നെ പാവ തോളയിൽ വെച്ച് ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കണതാണ്. അതെന്താ അതിന്റെ കാരണം? ആരാ ഇവളോട് പറഞ്ഞ ഇവള് പെണ്ണാന്ന്? ആരെങ്കിലും പറഞ്ഞോ? പറ. നിങ്ങളുടെ പെൺകുട്ടികളോട് ആരെങ്കിലും പറഞ്ഞോ പെണ്ണാന്ന്? അത് വൃത്തിയായിട്ട് ഇരിക്കേണ്ടതിനെ ഡ്രസ്സ് ധരിക്കേണ്ട സമയത്ത് പറഞ്ഞു പെങ്കൊച്ച മര്യാദയ്ക്ക് ഇരിക്കുന്നു പറഞ്ഞു കാണും. അല്ലാതെ അതിന്റെ സ്വഭാവത്തിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണ് പെണ്ണിന്റെ സ്വഭാവം കാണിച്ചേ? അതെന്താ സാധനം? അപ്പൊ ഇൻബിൽറ്റഡായി അന്നമോളുടെ അകത്ത്, ഒരു പെൺകുട്ടിയുടെ അകത്ത് അത് പെണ്ണാന്നുള്ളൊരു ബോധമുണ്ട്. അത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ മുമ്പുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് ഇത്രയും പിടികിട്ടിയോ? മനസ്സിലായോ? ഇത് പഴയ നിയമത്തിലെ നീതീകരണം. ഈ മനുഷ്യനെ നീതി നന്നായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റിയില്ല. അതുകൊണ്ട് ഇവൻ എല്ലാ കാര്യത്തിലും തോറ്റുപോയി, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നീന്നുപോയി. പക്ഷെ ഇവിടെ യേശു വന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും എന്നെ വിശ്വസിച്ചാൽ എൻ്റെ നീതി ഞാൻ സൗജന്യമായിട്ട് തരാം. അടുത്ത വാചകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ആ നീതിയുടെ നേച്ചർ കൊടുത്തു എന്ന് പറഞ്ഞ് ഇവന് ഇതുവരെ നന്നായി ചെയ്യാൻ കഴിയാഞ്ഞ കാര്യങ്ങളെല്ലാം അന്നു മുതൽ നന്നായി ചെയ്യാനായി തുടങ്ങി. ഈ നീതിയുടെ നേച്ചറിനെ വിളിച്ചത് ഡിവൈൻ നേച്ചർ. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ വി ആർ ദ പാർട്ടേക്കർ ഓഫ് ദ ഡിവൈൻ നേച്ചർ എന്ന് പറഞ്ഞ് ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിയായി. ആര്? ഇദ്ദേഹം. എന്നു മുതൽ? യേശുവിനെ വിശ്വസിച്ച ദിവസം മുതൽ. ഇവൻ ദിവ്യനാകാൻ ശ്രമിക്കേണ്ട, ആ സ്വഭാവം ഇവന് കിട്ടിയത് കൊണ്ട് ഇവൻ തനിയെ ദിവ്യനാകും. കൈകളടിച്ചു ഹല്ലേലൂയ പറ. ഇവൻ എന്ത് സ്വഭാവം കിട്ടി? ദിവ്യമായ സ്വഭാവം കിട്ടി. അതെങ്ങനെ കിട്ടി? സൗജന്യമായി കിട്ടി. എന്തെങ്കിലും ചെയ്ത് കിട്ടിയാണോ? അല്ല. നീതിയായത്? അല്ല. എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടാണോ? അല്ല. സൗജന്യമായി കിട്ടിയതാണ്. സൗജന്യമായി കിട്ടിയതിന് കാരണമായത് യേശുവിൽ വിശ്വസിച്ചതാണ്. നിങ്ങളുടെ കൈകളടിച്ചു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുകയാണ് എനിക്ക് യോഗ്യതയില്ല എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ സുവിശേഷത്തെ വിശ്വസിക്കുന്നില്ലെന്നാണ് അർത്ഥം. നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നില്ല? സുവിശേഷത്തെ വിശ്വസിക്കുന്നില്ല. എന്താ പറയാൻ കാരണം? നിങ്ങളുടെ യോഗ്യത യേശു യോഗ്യതയാക്കിയതാണ്. നിങ്ങളുടെ അയോഗ്യത യേശു യോഗ്യതയാക്കിയതാണ്. യേശുവിലുള്ള വിശ്വാസത്താൽ സംഭവിച്ചത്. നിങ്ങൾ അയോഗ്യരായിരുന്നു? യെസ് ആയിരുന്നു. നിങ്ങൾ അഴുക്കുള്ളവരായിരുന്നു? യെസ് ആയിരുന്നു. നിങ്ങൾ തല്ലിപ്പൊളിയായിരുന്നു. മോശം ജീവിതമാണ് നടത്തിയത്? ആയിരുന്നു. ചിന്ത മോശമായിരുന്നു? ആയിരുന്നു. ആരല്ലെന്ന് പറഞ്ഞേ. പക്ഷേ യേശു പറഞ്ഞു, ആരെങ്കിലും എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ അവനെ നീതിമാനാക്കാൻ പോവാ. അവന്റെ ഗുണം കൊണ്ടല്ല, സൗജന്യമായി അവൻ നീതീകരിക്കപ്പെട്ടതാണ്. സൗജന്യമായി കിട്ടിയതാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? അപ്പൊ നമ്മുടെ കൂടെ യേശു വസിക്കുകയോ ഇല്ലയോ? യേശുവിന് മനസ്സിലായി ഇവന് ഈ ദിവ്യ സ്വഭാവം ഇല്ലാതെ ആർക്ക് വസിക്കാൻ ആർക്ക് പറ്റത്തില്ല. യേശു നിങ്ങളിൽ വസിക്കുന്നത് അവന്റെ സ്വഭാവത്തിലൂടെയാ. അത് കുറച്ചും കൂടെ വിശദീകരിക്കേണ്ട കാര്യമാണ്, ഇന്ന് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ തല്ലിപ്പൊളിയായിരുന്നു, പക്ഷെ യേശു വിശ്വസിച്ചപ്പോ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എങ്ങനെ? കുറച്ചും കൂടെ സിമ്പിളായി പറയാം. ഇതിൻ്റെ ഉള്ളിൽ യേശുവിന് വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഇവൻ്റെ ഉള്ളിൽ പെർഫെക്ഷൻ, നല്ല നീതിയില്ലായിരുന്നു. ഇവൻ്റെ ഉള്ളിൽ യേശുവിന് വസിക്കാൻ പറ്റും. കാരണം എന്താ? നീതിയുണ്ട്. ഈ നീതി ഇവൻ പരിശ്രമിച്ച് നന്നായി അല്ലെങ്കിൽ പരിശ്രമം കൊണ്ട് നേടാൻ ശ്രമിച്ചതാണ്. ഇവൻ പരിശ്രമം കൊണ്ട് നേടാൻ ശ്രമിച്ചതല്ല, യേശുവിൽ വിശ്വസിച്ചപ്പോൾ സൗജന്യമായി കിട്ടിയതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവെ വരണേന്നല്ല, കർത്താവെ രക്ഷിക്കണേന്നല്ല, കർത്താവെ സഹായിക്കണേന്നല്ല, കർത്താവെ എന്നെ കൈവിടലെന്നല്ല. അതെല്ലാം റോങ് പ്രയറാണ്, തെറ്റായ പ്രാർത്ഥനയാണ്. അത് കർത്താവെ വരണേന്ന് പറഞ്ഞിട്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശരിയെന്ന് പറഞ്ഞു, കുറച്ചും കൂടെ ശരിയെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ യേശു വാസം ചെയ്യുകയാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നു മുതലാണ് യേശു വാസം ചെയ്യാൻ തുടങ്ങി? യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ യേശു എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുകയാണ്. എന്ന് കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞു. യേശു ഞാനും ഇനി രണ്ടാണോ? എല്ലാവരും ഉറക്കെ പറഞ്ഞേ. അയ്യോ കൈവിടല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ വിചാരിക്കുക? മേളിൽ കൈനീട്ടി പിടിച്ചിരിക്കുന്ന രീതിയെന്ന് കൈവിട്ടു. എന്നെ പിടിച്ചോളണെന്ന് പറയുമ്പോൾ മേളിൽ നിന്നൊരു കൈ ഇങ്ങനെ നീണ്ടു വന്ന് എന്നെ പിടിച്ചിരിക്കുക. അല്ല. യേശു നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുവാണ്.
നെഞ്ചിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞേ, എൻ്റെ ഉള്ളിൽ യേശു വാസം ചെയ്യുന്നു. ഒന്നും കൂടെ പറഞ്ഞേ, എൻ്റെ ഉള്ളിൽ യേശു വാസം ചെയ്യുന്നു. ഒന്നും കൂടെ പറഞ്ഞേ, എൻ്റെ ഉള്ളിൽ യേശു വാസം ചെയ്യുന്നു. യേശു പറഞ്ഞുകൊണ്ട് യേശു ഈ ലോകത്തിൽ സക്സസ്ഫുൾ ആയി ജീവിച്ചതിൻ്റെ രഹസ്യം യേശു പറഞ്ഞു, അല്ലെങ്കിൽ യേശു വിജയിച്ചതിൻ്റെ കാരണം യേശു പറഞ്ഞു. എന്തായിരുന്നു യേശു പറഞ്ഞതെന്നറിയോ? പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുകയാണ്. യേശുവിൻ്റെ സക്സസിന്റെ കാരണം എന്തായിരുന്നു? യേശു പിതാവിലും പിതാവ് യേശുവിലുമായിരുന്നു. അപ്പൊ എൻ്റെ വിജയത്തിന്റെ കാരണം ഞാൻ യേശുവിലും യേശു എന്നിലും വാസം ചെയ്യുകയാണ്. കൈകളടിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേട്ടെ. അതുകൊണ്ട് യേശു പറഞ്ഞേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് അടുത്ത വാചകം പറഞ്ഞു, എന്നെ കൂടാതെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്നാണെന്നറിയോ? നമ്മൾ വിചാരിക്കുന്നത് എന്നാണെന്നറിയോ? ഇത് നിങ്ങളാന്ന് വിചാരിച്ചോ? നിങ്ങളെ കൂടാതെ, യേശുവിനെ കൂടാതെ രണ്ടായിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല, യേശുവിനെ കൂടാതെ എന്ന് പറയുമ്പോൾ ഒന്നായിട്ടാണ് കാണേണ്ടത്. ഒരു കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്ത വാചകം ഒന്ന് പറയാമോ? അടുത്ത വാചകം ശ്രദ്ധിക്കാമോ? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ എന്ത് വേണേ ചോദിച്ചോ, ഞാൻ അതെന്നോളാം. കൈകളടിക്കുക, ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ യേശു നിങ്ങളും ഒന്നായാൽ നിങ്ങൾക്ക് കിട്ടാത്ത പരിപാടികളൊന്നും ഇല്ല, ലഭിക്കാത്തതായിട്ടൊന്നുമില്ല, അനുഭവിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല, അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. എല്ലാം സാധ്യമാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ വയലിറ്റ് ചുരിദാരുടെ മുകളിൽ എഴുന്നേക്കാവോ? അയ്യോ, മുകളിൽ നേരത്തെ വന്നിട്ടുണ്ടോ ഇവിടെ? ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. എല്ലാം ചോദിച്ചാൽ കിട്ടുമോ? കിട്ടത്തില്ല. കിട്ടത്തില്ല. അതല്ലേ ഞാൻ മോളോട് ചോദിക്കാൻ കാരണം എന്നാണെന്നറിയോ? എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് ചിന്തിച്ചു. മോള് ചിന്തിച്ചു, അങ്ങനെ എല്ലാം കിട്ടുമോ എന്ന് മോൾ അറിയേണ്ടത്. യേശുവിൽ മോള് വാസിക്കാൻ തുടങ്ങിയാൽ എന്ത് ചോദിച്ചാലും കിട്ടും. കണ്ടോ, നമ്മുടെ തലയിൽ ഇല്ലാത്ത സാധനം കണ്ടോ? എന്ത് ചോദിച്ചാലും കിട്ടുമോ? യേശു പറഞ്ഞത് എന്ത് ചോദിച്ചാലും കിട്ടുന്നതാണ്. പക്ഷെ മതം നമ്മളെ പഠിപ്പിച്ചത്, ക്രിസ്തീയ മതം, സഭ നമ്മളെ പഠിപ്പിച്ചു എന്ത് ചോദിച്ചാലും കിട്ടത്തില്ലെന്ന്. അപ്പം നമ്മൾ ആരെങ്കിലും, ഞാൻ പണ്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചോദിക്കുമായിരുന്നു, ഇനി ഐശ്വര്യ റായിയെ കെട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? പറ. നമുക്കിങ്ങനെ കൊനസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാലോ. ഇനി ഞാൻ ഐശ്വര്യ റായിയെ കെട്ടണം എന്ന് വിചാരിച്ചാൽ പുറകെ ഇരിക്കുന്ന ഐശ്വര്യ റായി ആര് കെട്ടും? നമുക്ക് മനസ്സിലാവുന്നു? എൻ്റെ കൂടെ ഉണ്ടോ? അതിൻ്റെ അർത്ഥം അയാൾ ആത്മീയമായി ജനിച്ചിട്ട് പോലും ഇല്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ നിന്നെ വേറൊരു സ്ത്രീയെ സ്വപ്നം കാണുക, അതിനെ കെട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിന് എവിടെ ഒരു പന്തികേടുണ്ട്. അവനിത് യേശുവായിട്ട് യാതൊരു ബന്ധത്തിലല്ല. അവൻ്റെ ഉത്തരത്തിന് ഞാനെന്തിനാ മറുപടി കൊടുക്കും? ചോദ്യത്തിന് ഞാനെന്തിനാ മറുപടി കൊടുക്കുന്നത്? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് പറ. ചില ആളുകളുടെ തലയിലുള്ള ദൈവം നമുക്ക് വേണ്ടതല്ലേ തരത്തുള്ളൂ, വേണ്ടതല്ലേ നമ്മൾ ചോദിക്കത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടാത്ത നിങ്ങൾ ചോദിക്കുമോ? പറ. ചോദിക്കത്തില്ല. സ്ട്രോങ്. ഇതിനെല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾ പലതും ഇതൊക്കെ പറഞ്ഞെന്ന് വരാം. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, യേശു നിങ്ങളിൽ വാസം ചെയ്താൽ എന്ത് ചോദിച്ചാലും സാധ്യമാവും. എന്ത് ചോദിച്ചാലും സാധ്യമാവും. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, എന്ത് ചോദിച്ചാലും സാധ്യമാവും. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രശ്നമുള്ള സമയങ്ങൾ വരാം. എന്ത് ചെയ്യും? പ്രധാനമന്ത്രി വരെ പറഞ്ഞിരിക്കുവോ? എന്നടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, പ്രധാനമന്ത്രി വരെ പറഞ്ഞിരിക്കുവോ, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിരിക്കുവോ? ഇനി എന്തൊക്കെയാണോ വരാൻ പോകുന്നത്? അപ്പൊ അടുത്തിരിക്കുന്ന വേറൊരാളോട് പറ, എന്തൊക്കെയോ വരട്ടെ, അതിലൊന്നും നീ തോക്കാൻ പോകുന്നില്ല, അതിലൊന്നും നീ പരാജയപ്പെടാൻ പോകുന്നില്ല, അവിടെ ഒന്നും നീ ഇല്ലാതാകാൻ പോകുന്നില്ല, അവിടെ ഒന്നും നീ നശിക്കാൻ പോകുന്നില്ല. അധൈര്യപ്പെടരുത്, അധൈര്യപ്പെടരുത്, അധൈര്യപ്പെടരുത്. അവിടെ ഒന്നും നീ ഇല്ലാതാകാൻ പോകുന്നില്ല. അതിന്റെ നടുവിൽ നീ തിളങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ. കാരണം ലോകത്തെ ജയിച്ചവൻ എന്റെ കൂടെ വസിക്കുന്നു. ലോകത്തെ ജയിച്ചവൻ എന്റെ കൂടെ വസിക്കുന്നു. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലതും കഴിയും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വേദപുസ്തകം പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാ. എല്ലാവരും കരമുയർത്തി പറഞ്ഞ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എന്തിനെ നേരിടാൻ കഴിയും. ഏത് പ്രശ്നത്തെ എനിക്ക് മറികടക്കാൻ പറ്റും. ഏത് മുഖേനയോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം.
അപ്പൊ ദുർഘടങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, പ്രശ്നങ്ങൾ വരാം. ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ജയിക്കാനായി കഴിയും. അതെന്നെ തൊടത്തില്ല. ബൈബിളിലെ നിങ്ങൾ ആ വാചകത്തിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ഒരിക്കലും നടക്കത്തില്ലാത്ത കാര്യങ്ങൾ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നു എന്ന് എഴുതിയിട്ടില്ല. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമെന്ന് എഴുതിയിട്ടില്ല. ദുർഘടങ്ങൾ, സാഹചര്യങ്ങൾ, പ്രശ്നമുള്ള സാഹചര്യങ്ങൾ വരുമെന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ നടുവിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതിയിട്ടില്ല. നിങ്ങളെ ദൈവം വിളിച്ചത് ജയാളിയായി ജീവിക്കാനാണ്. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. പൗലോസ് പറയുവോ, എല്ലായിടത്തും എല്ലായ്പ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവ്. എങ്ങനെയാ? എല്ലായ്പ്പോഴും എല്ലായിടത്തും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ജയം. ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ ജയം. ഒന്നും കൂടെ പറഞ്ഞേ ജയം, ജയം. എവിടെല്ലാം ജയം, എവിടെല്ലാം ജയം. എവിടൊക്കെയാണോ ദുർഘടങ്ങൾ എന്ന് പറഞ്ഞ അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്, അവിടെയെല്ലാം ജയം, അവിടെയെല്ലാം ജയം, അവിടെയെല്ലാം വിജയം, അവിടെയെല്ലാം വിജയം. ഒന്ന് കൈയടിച്ചുകൊണ്ട് പറ, അവിടെയെല്ലാം വിജയം. അവിടെ ഒന്നും ഞാൻ തോൽക്കാൻ പോകുന്നില്ല, അവിടെ ഒന്നും ഞാൻ പരാജയപ്പെടാൻ പോകുന്നില്ല. കുറച്ചും കൂടെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞേ. എന്റെ കൂടെ പറഞ്ഞേ, ഈ ലോകത്തിൽ പ്രതിസന്ധികൾ വരാം. ഈ ലോകത്തിൽ വലിയ പ്രയാസകരമായ സാഹചര്യങ്ങൾ വരാം. വലിയ പ്രയാസമുള്ള സാഹചര്യങ്ങൾ വരാം. പക്ഷെ അതിലെല്ലാം ഞാൻ ജയാളിയായി ജീവിക്കും. അതെന്നെ തോൽപ്പിക്കുകയില്ല, അതെന്നെ പരാജയപ്പെടുത്തുകയില്ല. കാരണം ഒന്ന് പറയാ, കാരണം ജയാളിയായ ഒരുവൻ എന്റെ ഉള്ളിൽ വസിക്കുന്നു. കാരണം ജയാളിയായ ഒരുവൻ എന്റെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് ഞാനും ജയാളിയാണ്, ഞാനും ജയാളിയാണ്. യേശു എന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് സകലത്തെയും നേരിടുവാൻ, മറികടക്കാൻ, ജയിക്കാൻ എനിക്ക് സാധ്യമാണ്. ഒന്നും കൂടെ പറ, യേശു എന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് സകലത്തെയും മറികടന്നിരിക്കുകയാണ് ഞാൻ, ജയിച്ചിരിക്കുകയാണ് ഞാൻ. എനിക്ക് അസാധ്യമായതൊന്നുമില്ല. ഒന്ന് രണ്ട് പേരുടെ കയ്യിൽ കൈ കൊടുത്തിട്ട് പറഞ്ഞ, തോൽവി നിന്റെ ലിസ്റ്റിലില്ല. തോൽവി നിന്റെ ലിസ്റ്റിലില്ല. തോൽവി നിങ്ങളുടെ ലിസ്റ്റിലില്ല. പരാജയം നിങ്ങൾക്കുള്ളതല്ല, പരാജയം നിങ്ങൾക്കുള്ളതല്ല. ഇതിങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ പറയും, മനുഷ്യരെ പരാജയം ഇല്ലെന്ന് അങ്ങനെ പഠിപ്പിച്ച മനുഷ്യൻ പരാജയപ്പെടുമ്പോൾ തോറ്റുപോകും. അങ്ങനെയല്ല ബ്രദറെ, അങ്ങനെയല്ല. നിങ്ങൾ പരാജയപ്പെടത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ യേശു ഉണ്ടെന്ന് ശരിക്കും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെടത്തില്ല. വെല്ലുവിളിക്കുക, പരാജയപ്പെടത്തില്ല. പരാജയപ്പെടാൻ നിങ്ങൾക്ക് കഴിയത്തില്ല, പരാജയപ്പെടാൻ ആവശ്യമില്ല. കൈ അടിച്ചു ആമേൻ പറ. ആരെങ്കിലും പറയുന്നത് കേൾക്കരുത്. നിങ്ങൾ പരാജയപ്പെടാൻ ഉള്ളവരല്ല, നിങ്ങൾ ജനിച്ചതേ ജയാളികളാകാനാണ്. ജയാളികളാകാനാ ജനിച്ചതാ. ദിവസം പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. നിങ്ങൾ ജനിച്ചതേ ജയിക്കാനാണ്. ഒന്ന് കൈ അടിച്ചുകൊണ്ട് പറയാം, ഞാൻ ജനിച്ചതേ ജയിക്കാനാണ്, ഞാൻ ജനിച്ചതേ ജയിക്കാനാണ്. ഒന്ന് എന്റെ കൂടെ പറയാം, തോൽവി എന്റെ രക്തത്തിലില്ല. ഒന്നും കൂടെ പറയാം, തോൽവി എന്റെ രക്തത്തിലില്ല, പരാജയം എന്റെ രക്തത്തിലില്ല, പരാജയം എന്റെ രക്തത്തിലില്ല. എന്റെ കുടുംബ പാരമ്പര്യം, ആരുടെ കുടുംബ പാരമ്പര്യം? മത്തായിയുടെ മോനല്ല നീ, യേശുവിന്റെ മോനാ. എന്റെ കുടുംബ പാരമ്പര്യം ജയാളിയുടെ കുടുംബ പാരമ്പര്യമാണ്. ജയാളിയുടെ കുടുംബ പാരമ്പര്യം. ഞങ്ങൾ ജയിച്ച വീട്ടുകാരാ മൊത്തം. ഞങ്ങൾ ജയിച്ച വീട്ടുകാരാണ്.